إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലൊക്കെ വലിയ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾക്കൊക്കെ താൽക്കാലികമായി അയവ് വന്നു തുടങ്ങിയെങ്കിലും നമ്മൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളുമൊക്കെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മെ വലിയ തോതിൽ വേദനിപ്പിക്കുകയും ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലക്ക് വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഗുജറാത്തും ഇപ്പോൾ പൗരത്വ ഭേദഗതിയിൽ ആകെ പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ആസാമും ഇപ്പോൾ ഡൽഹിയുമൊക്കെ നമ്മെ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നതിൽ സംശയം ഇല്ല. ജാഗ്രതയോടൊപ്പം തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ കാവലുമൊക്കെ കൂടുതൽ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ട സന്ദർഭവുമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിന്നും മാറി ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോക്കിനെ കുറിച്ച് അവർക്ക് ആശങ്ക രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാജ്യത്തെ പരമോന്നത നീതിപീഠം ഇപ്പോഴത്തെ ഈ അപകടകരമായ പോക്കിൽ ഇടപെട്ടു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ കലാപകാരികൾക്കെതിരെ കർക്കശ നിലപാടെടുത്തതിൻ്റെ പേരിൽ അത്തരം നന്മയുടെ തുരുത്തുകളെ മുഴുവൻ ഇല്ലാതാക്കുന്ന ചില ഗൂഢപ്രവർത്തനങ്ങളും ഇതോടൊപ്പം രാജ്യത്ത് നടക്കുന്നു എന്നതും നമ്മൾ അറിയേണ്ടതുണ്ട്. കലാപത്തിന്
ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നതാണ്. ഒരു കലാപം ചിലപ്പോൾ തുടങ്ങുന്നത് മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ ഒക്കെ പേരിലാവും. പക്ഷേ കലാപങ്ങൾ കയ്യിൽ നിന്ന് കൈവിട്ടു പോയാൽ പിന്നെ അതിൽ മതവും വംശവും ഒന്നുമില്ല. എല്ലാം കൂടിക്കലർന്ന് ആളിക്കത്തുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറും എന്നതിന് ഇന്ത്യ തന്നെ പലതവണ സാക്ഷിയായതാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് വാർത്തകൾ അത്തരം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്രമം ആര് ചെയ്താലും, ആര് ഏത് വിഷയത്തിലാവട്ടെ അക്രമം ചെയ്താലും അവരുടെയൊക്കെ അവസാനം എന്ന് പറയുന്നത് പരാജയമായിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ടതില്ല. ചരിത്രം അതിനൊരുപാട് തെളിവുകൾ നമുക്ക് മുമ്പിൽ നിരത്തുന്നുണ്ട്. ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 42-ാമത്തെ വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനായിരിക്കുകയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. ഇതൊന്നും അള്ളാഹ് കാണുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളങ്ങനെ വിചാരിച്ച് നിരാശപ്പെടേണ്ടതില്ല എന്ന് അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകളൊക്കെ തള്ളിപ്പോകുന്ന ഭയാനകരമായ ഒരു ദിവസത്തേക്ക് അള്ളാഹു അവർക്ക് സമയം നീട്ടിവെച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടവർക്കൊരു നീതി ലഭിക്കുന്ന ഒരു ദിവസം വരും. ഇവിടെ അക്രമത്തിന്റെ പേരിൽ തൽക്കാലം രക്ഷപ്പെട്ടവർക്ക് കഠിനമായ ശിക്ഷകൾ ലഭിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓർക്കുകയും അതുപോലെ തന്നെ അറിയുകയും ചെയ്യേണ്ടത്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കലാപഭൂമികൾക്കിടയിൽ നിന്നും മനുഷ്യരെന്ന വികാരത്തെ ഉൾക്കൊണ്ട് പരസ്പരം കെട്ടിപ്പുണർന്നും കൈപിടിച്ചും തോളോട് തോളുരുമ്മി നിന്നും ചേർന്ന് നിന്നുമൊക്കെ പോകുന്ന ഇതര മതസ്ഥരെ നമ്മൾ കാണുമ്പോഴാണ് മുസ്ലിമെന്നും ഹൈന്ദവനെന്നുമൊക്കെ നമുക്ക് ഇടയിൽ വേർതിരിവുകൾ ഉണ്ടാക്കി പരസ്പരം നമ്മെ തമ്മിത്തല്ലിച്ച് ഈ രാജ്യത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത്തരം കൈകോർക്കലുകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. മനുഷ്യർ പച്ചക്ക് കത്തിക്കപ്പെടുന്നതിനിടയിലും മനുഷ്യത്വമുള്ള മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവരും മതമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ കൈകോർക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാതെ പോകരുത്. നമുക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് പകരുന്നത് എന്നതാണ്. ചാന്ദ്ബാഗിൽ ഡൽഹിയിൽ ഒരു മുസ്ലിം യുവാവ് 2 ഹിന്ദു സുഹൃത്തുക്കൾക്ക് ഈ കലാപബാധിത പ്രദേശങ്ങൾ അതിനിടയിൽ കലാപം കത്തി എരിയുന്നതിനിടയിൽ അവരുടെ വീട്ടിൽ അവരുടെ കുടിലിൽ അഭയം കൊടുത്ത വാർത്ത ശ്രദ്ധേയമായ ഒരു വാർത്തയായി നമുക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ ബാഖേൽ എന്ന ഹൈന്ദവ സഹോദരൻ 6 മുസ്ലിം സഹോദരങ്ങളെയാണ് രക്ഷപ്പെടുത്തിയത്. ആ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ആ തീ കത്തിയാളുന്നതിനിടയിൽപ്പെട്ട് അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്, വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്. സിഖുകാരുടെ ഗുരുദ്വാരകൾ അവർ തീർത്തിരിക്കുന്നു. എന്തിനാണ്? അവിടെ കലാപത്തിൽ പ്രയാസം അനുഭവിക്കപ്പെട്ട ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ അവർ തുറന്നിരിക്കുന്നു. നീതിയുടെ ശബ്ദമുയർത്തിയ മുരളീധരൻ എന്ന് പറയുന്ന ജസ്റ്റിസിനെ നമുക്ക് മറക്കാൻ കഴിയുമോ? അദ്ദേഹത്തെ സ്ഥലം മാറ്റി വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു മുസ്ലിം അല്ലാതിരുന്നിട്ടും മുസൽമാനെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിക്രൂരമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, മതത്തിന്റെ പേരിൽ ഇവർ ആട്ടിയിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ, മറ്റുള്ള മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശംസനീയമായ പ്രവർത്തനങ്ങളെ നമ്മൾ കാണാതിരിക്കരുത് എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. വിഷ്ണു റാവലിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകന് അദ്ദേഹം അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ അഭയം നൽകിയ മുസ്ലിം സഹോദരനെ കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഇതര മതസ്ഥർ പബ്ലിക്കായി പോസ്റ്റ് ഇടുകയാണ്. മറ്റുള്ള ഹൈന്ദവരും ക്രൈസ്തവരും മതമില്ലാത്തവരും മുസ്ലിം അല്ലാത്തവരും ഒക്കെ പബ്ലിക്കായി രംഗത്ത് വരികയാണ്. പബ്ലിക് പോസ്റ്റുകൾ ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണ്. നിങ്ങൾക്ക് അഭയം എന്റെ വീട്ടിലുണ്ട്, നിങ്ങൾ എന്നെ ബന്ധപ്പെടുക, എന്റെ വീട്ടിൽ നിങ്ങൾക്ക് അഭയം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന സഹോദര സമുദായത്തിലെ അംഗങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നതാണ്. അത്തരം തുരുത്തുകൾ പ്രിയപ്പെട്ടവരെ ഈ പ്രയാസകരമായ ഘട്ടത്തിലും നമുക്ക് പ്രതീക്ഷകൾ നൽകുന്ന കാര്യങ്ങളാണ് എന്നതാണ് ഓർമ്മിപ്പിച്ചത്. ഡൽഹിയിൽ കലാപത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചവർ നിരവധിയാണ്. മുസ്ലിം സംഘടനകൾ മാത്രമല്ല, വിവിധ മത രംഗത്ത് പ്രവർത്തിക്കുന്നവർ, വിവിധ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ളവർ, ഇടതും വലുതും ചെറുതും വലുതുമായ പല രംഗത്തുള്ള ആളുകളൊക്കെ ഈ പ്രതിഷേധത്തിൽ രാജ്യം അപകടത്തിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ്
പ്രതികരിക്കുന്നവരാണ്. ഇവിടെ മനുഷ്യർ ഉണരുക തന്നെ ചെയ്യും എന്നത് നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇവിടെ മനുഷ്യത്വം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്നതിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇവിടെ ബഹുസ്വരത, നമ്മൾ മാത്രമല്ല എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നമ്മുടെ ഇന്ത്യയെ പുനർനിർമ്മിക്കുകയും നഷ്ടപ്പെട്ടവയൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കുകയും ചെയ്യുമെന്ന വലിയ പ്രതീക്ഷ നമുക്കുണ്ട് എന്നതാണ്. ഇവിടെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുക എന്നതാണ്. വിശ്വാസികൾ എന്ന നിലക്ക് നന്മയുടെ കൂട്ടം, നന്മയുടെ കൂട്ടായ്മകൾ, നന്മക്ക് വേണ്ടി പണിയെടുത്തവർ, നന്മയിൽ വിശ്വസിച്ച് നീതിക്ക് വേണ്ടി പോരാടുന്നവർ വിജയിക്കുക തന്നെ ചെയ്യും എന്നത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ പ്രയാസം നമുക്കുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ സുഖമായി ജീവിച്ചവരാണ്. കലാപങ്ങൾ ഒക്കെ ഒരു കാലഘട്ടത്തിൽ അവസാനിച്ചു എന്ന് തോന്നുകയും ഇഷ്ടം പോലെ നമ്മൾ നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ പ്രബോധന സ്വാതന്ത്ര്യവും ഒക്കെയായി ഇഷ്ടം പോലെ സുഭിക്ഷമായി ജീവിച്ചവരാണ്. അതിനെ കോട്ടം തട്ടുമ്പോ ചിലപ്പോൾ ചില ഷോക്ക് നമുക്കുണ്ടാവുക സ്വാഭാവികമാണ്. ഇപ്പോ നമ്മുടെ ഒരു ഷോക്കിന്റെ കാലഘട്ടമാണ്, അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. ഇതും നമ്മൾ മറികടക്കുമെന്നതാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നതൊരു ചെറിയ ഖുർആനിന്റെ വാചകമാണ്, ഒരായത്താണ്. പക്ഷെ അത് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല പ്രിയപ്പെട്ടവർ. അത് ആകാശങ്ങളെക്കാൾ വിശാലമായ ആശയത്തെ ഉൾക്കൊള്ളുന്ന വചനമാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, അത് നമുക്ക് നൽകുക അള്ളാഹുവാണ്. ഇത്രകാലം സുഖങ്ങളുടെ കാലമായിരുന്നു, ഇനി പ്രയാസങ്ങളുടെ കാലഘട്ടം നമ്മിലൂടെ കടന്നു പോകും. അതിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ പ്രയാസ കാലഘട്ടങ്ങളെ മറികടന്ന് സുഖകരമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമെന്നാണ്. ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സമകാലിക സാഹചര്യങ്ങളിൽ ഇന്ത്യയിലെ ശത്രുക്കൾ ചില ആളുകൾക്ക് നേരെ അപകടകരമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ, അക്രമികൾ സത്യനിഷേധികൾ നാട്ടിലെങ്ങും സ്വൈരവിഹാരം നടത്തി മുന്നോട്ട് പോകുമ്പോ വിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വചനത്തിൽ അല്ലാഹു നമ്മളോട് പറയുന്നത്, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. നാട്ടിൽ അക്രമികൾ സത്യനിഷേധികൾ നാട്ടിലെങ്ങും സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നെ ഒരിക്കലും വഞ്ചിതനാക്കരുത് എന്നതാണ്. അവരിങ്ങനെ അടിച്ചു പൊളിച്ചെല്ലാം തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോ നിന്റെ വിശ്വാസത്തിന്റെ പേരിൽ നിനക്ക് സംശയം ഉണ്ടാകേണ്ടതില്ല. നീ തകർന്നു പോകുമോ എന്നാലോചിച്ച് നീ വിഷമിക്കേണ്ടതില്ല. നീ അവരുടെ കാൽ കീഴിൽ വീണ് വണങ്ങിപ്പോകേണ്ടി വരുമോ എന്ന നിലക്ക് നിന്നെ അപ്പോഴത്തെ സാഹചര്യങ്ങൾ വഞ്ചിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, മതാഉൻ ഖലീൽ, അവർക്ക് ഈ സമയം എന്ന് പറഞ്ഞത് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ്. അള്ളാഹ് അനുവദിച്ച അവരുടെ സമയം മതാഉൻ ഖലീൽ, കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. നിനക്ക് വിജയത്തിന്റെ നല്ലൊരു സന്ദർഭം തിരിച്ചു വരാനുണ്ട് എന്ന് ഖുർആൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ആത്മവിശ്വാസത്തിന്റെ വചനം പകരുന്നുണ്ട്. ഇത് കാലങ്ങളിലേക്ക് ഖിയാമത്ത് നാൾ വരെ മുസൽമാനുള്ള പാഠമാണ് പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ അന്ന് അനുഭവിച്ച കലാപകലുഷിതമായ സാഹചര്യങ്ങളെ മുഴുവൻ കാരുണ്യത്തിന്റെ ദിനങ്ങളാക്കി അള്ളാഹു തിരിച്ചു കൊടുത്തു എന്നത് ചരിത്രമാണ്, വിജയത്തിന്റെ ചരിത്രമാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആൻ പറഞ്ഞു, ഇത്തരം അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്? സുമ്മ മഅ്വാഹും ജഹന്നം വബിഅ്സൽ മിഹാദ്. അവർക്ക് തുച്ഛമായ ഒരു സുഖാനുഭവങ്ങൾ അള്ളാഹു നൽകും എന്നത് ശരിയാണ്. പക്ഷെ പിന്നീട് അവരുടെ സങ്കേതം എന്ന് പറയുന്നത് നരകമാണ്. അത് വളരെ മോശമായ വാസസ്ഥലമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതിനൊക്കെ നമ്മൾ മറികടക്കുമെന്നതിൽ ഒരു സംശയമില്ല. വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ഖുർആൻ അത് നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത്തരം വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ വിധിക്കപ്പെട്ട് ഷഹീദായവരുണ്ട്. ഡൽഹിയിലുണ്ട്, ആസാമിലുണ്ട്, ഗുജറാത്തിലുണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. പലരും പേരുകൾ പ്രസിദ്ധീകരിക്കപ്പെടാതെ മണ്ണിനടിയിലേക്ക് കടന്നുപോയവരുണ്ട്, കത്തിയമർന്നു പോയവരുണ്ട്. അങ്ങനെ പലരുമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ഇന്ത്യയുടെ ഈ രാജ്യത്ത് മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, പ്രവാചകന്മാരുടെ കാലഘട്ടം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ പ്രിയപ്പെട്ടവരെ വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ഈമാൻ കൊണ്ടതിന്റെ പേരിൽ കടന്നുപോയവരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നതാണ്. ഡൽഹിയുടെ തെരുവീതികളിൽ കത്തിയമർന്നുപോയി ഷഹീദായവരെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മയുണ്ടാകണം. നമുക്ക് വേണ്ടിയാണ് അവർ ബലിയാടുകളായത്. നമുക്ക് വേണ്ടിയാണ് അവർ അവരുടെ വീടും അവരുടെ കച്ചവടവും അവരുടെ എല്ലാ സ്വത്ത് സമ്പാദ്യങ്ങളും വലിച്ചെറിഞ്ഞ് പലായനം ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത് ദീനിന്റെ പേരിലാണ്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ ചോരയാണവർ എന്നതിൽ ആർക്കും ഒരു സംശയവും വേണ്ടതില്ല. അവൻ അവിടെ വേദനിക്കുമ്പോ ഇവിടെ നമ്മുടെ കരൾ വേദനിക്കും, മനസ്സ് വേദനിക്കും. അത് പ്രാർത്ഥനയായി ഇരുകരങ്ങളായി അന്ത്യയാമങ്ങളിൽ
രാത്രിയുടെ ഇരുണ്ട സന്ദർഭങ്ങളിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ എണീറ്റ് കിടപ്പറയിൽ നിന്ന് മാറി നിന്ന് ഇരുകരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളെന്ന് നമ്മൾ മറക്കരുത്. ഇത് വിശ്വാസികളോടുള്ള ഐക്യദാർഢ്യമാണ്. മാത്രവുമല്ല, ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ഈ രാജ്യത്ത് സുരക്ഷിതത്വത്തിന് വേണ്ടി, ഈ രാജ്യത്ത് സമാധാനപരമായി ജീവിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യം നാളെയും നിലനിൽക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് കരളുരുകി പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പോരാട്ടത്തിൽ മുസൽമാൻ മാത്രമല്ല അണിനിരന്നത് എന്നതാണ്. മുസൽമാന് പുറമെ ഈ പോരാട്ടത്തിൽ അണിയായി, ശബ്ദമായി, സഹായമായി, സേവനമായി ആയിരങ്ങൾ ഡൽഹിയുടെ തെരുവീതികളിൽ ഉണ്ട് എന്നതാണ്. അവർക്കും വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ വിവിധ കാരണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും. വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മളത് മറക്കരുത്. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഭീതിതമായ, പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. നിങ്ങൾക്ക് പട്ടിണിയുടെ കാലം വരും. നിങ്ങളുടെ ധനമൊക്കെ നഷ്ടപ്പെടും. നിങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇത്തരം പ്രയാസങ്ങളിൽ അവരുടെ ജീവൻ ബലികഴിക്കുന്ന, ഷഹീദാകേണ്ട സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുമെന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷിയിലും ഫലങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേക്കാം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ചില സാഹചര്യങ്ങളിൽ ഖുർആൻ പറയുന്നത് ക്ഷമ അവിടെ നിങ്ങൾ അവലംബിക്കുക എന്നതാണ്, ക്ഷമിക്കുക എന്നതാണ്. ഇന്ത്യയുടെ ബഹുസ്വരമായ ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ ആദ്യ പാഠം എന്ന് പറയുന്നത് ഇതാണ്. പലരും ചോദിക്കാൻ തുടങ്ങി, ജിഹാദിനുള്ള സമയമായിട്ടില്ലേ എന്ന്, നമ്മൾ പോരാടേണ്ട സമയമായിട്ടില്ലേ എന്ന്, ആയുധവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട സമയമായിട്ടില്ലേ എന്ന് ആഹ്വാനം ചെയ്യുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലെ ജിഹാദും അതുപോലെ ഖിതാലുമൊക്കെ അതിനൊക്കെ കൃത്യമായ ഷർത്തും ഫർളും ഒക്കെ ഉണ്ട്. ഒരേ നേതൃത്വത്തിന് കീഴിൽ അണിയായി ചേർന്നുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ അബൂബക്കറും ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവരുമൊക്കെ ചെയ്ത ജിഹാദിനാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത്. സമയമായിട്ടില്ല എന്നതിൽ ഒരു സംശയവും വേണ്ടതില്ല. നമ്മുടെ ജിഹാദ് എന്ന് പറയുന്നത് ഇവിടെ സഹന സമരത്തിന്റെ സമയമാണ്. പ്രതിഷേധം അറിയിക്കേണ്ട കേന്ദ്രങ്ങളെ അറിയിക്കുക എന്നതാണ്. ഇപ്പോൾ പിടിപ്പുകേട് കൊണ്ട് പ്രശസ്തി നേടിയ ചില ഭരണാധികാരികളുടെ കയ്യിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണമായി പോയി എന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നല്ല ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. കെടുകാര്യസ്ഥതയോടുകൂടി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരിൽ നിന്ന് നമ്മുടെ നാട് മോചനം നേടിയിട്ടുണ്ട്. ഇനിയും നമുക്കതിനുള്ള അവസരമുണ്ട് എന്നതാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. ചില ആളുകൾ മോശമായ രീതിയിൽ രാജ്യത്തെ ഭരണത്തെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴുള്ള പ്രശ്നം. ഇതിനെ നേരിടാൻ നമ്മൾ സജ്ജരാവുക എന്നതാണ്. ഇതുപോലെയുള്ള ഇതിന് സമാനമായ മനസ്സുള്ളവരെ മുഴുവൻ ചേർത്ത് നിർത്തുക എന്നതാണ്. നമ്മുടെ ഗ്രാമങ്ങളിലെ മൈത്രി നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ്. ബഹുസ്വരമായ നമ്മുടെ ഇടങ്ങളെ നമ്മൾ വീണ്ടെടുക്കുക എന്നതാണ്. ചെറിയ ചെറിയ തുരുത്തുകളിലേക്ക് മുസൽമാനും ഹൈന്ദവനും ഒക്കെ വഴിമാറിപ്പോകുന്നിടത്ത് നിന്ന് നമ്മൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി തന്നെ വീണ്ടെടുക്കേണ്ട സന്ദർഭമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ക്ഷമയുടെ പാഠം അവലംബിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസികൾ ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെയാണ് നേരിടേണ്ടത്? അല്ലദീന ഇദാ സാബത്തുഹും മുസീബ, അവർക്ക് ആപത്തുകൾ ബാധിക്കുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അവർ അല്ലാഹുവിനോട് പറയും, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോനെ, ഞങ്ങളൊക്കെ നിനക്കുള്ളവരാണ്, ഞങ്ങളെല്ലാം നിന്നിൽ അഭയമർപ്പിക്കുകയാണ്, നിന്നിൽ തവക്കുൽ ചെയ്യുകയാണ്, ഞങ്ങൾ നിന്നിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും എന്നവർ അള്ളാഹുവിനോട് പ്രാർത്ഥനാ നിർഭരമായി പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമല്ല, കലാപഭൂമി മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. കൊറോണ പോലെയുള്ള വൈറസുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു. ഇറാനും സൗദിയും ഒക്കെ അതിന്റെ ഭീതിയിലാണ്. നമ്മുടെ ഒരുപാട് പ്രവർത്തകർ, നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ സൗദിയിലൊക്കെ ജോലിക്ക് വേണ്ടി പോയവരുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നമ്മൾ കാണണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇത്തരം ഭീതിതമായ സാഹചര്യങ്ങൾ, രോഗത്തിന്റെ കെടുതികളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവാണ് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് സഹായം ചെയ്യാൻ കഴിയുന്നവൻ എന്ന് നമ്മൾ മറക്കരുത്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക എന്നതാണ്. അങ്ങനെ ആപത്തുകൾ വരുമ്പോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ
ഫൗലൈക ഹുമുൽ മുഹ്തദൂൻ. ഖുർആൻ പറയുന്നു അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ നിഅമത്തുണ്ട്, അവർ യഥാർത്ഥ വഴിയിലാണുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗുണമുള്ളവരാവുക, നമ്മൾ നന്നാവുക എന്നതാണ്. അല്ലദീന യഖൂലൂന, നമുക്ക് പ്രാർത്ഥിക്കും, വിശ്വാസികൾ പ്രാർത്ഥിക്കും, റബ്ബന ഇന്നന ആമന്ന, പടച്ചോനെ ഞങ്ങളുടെ വിശ്വാസം ശരിയായിട്ടുണ്ട്, ഞങ്ങൾ കരകളഞ്ഞ വിശ്വാസികളാണ്, ഞങ്ങൾ അല്ലാഹുവേ നിന്നിൽ ഒരാളെയും പങ്കു ചേർക്കുന്നില്ല, നിന്നോടാണ് ഞങ്ങളുടെ വിധേയത്വം, നിന്നോടാണ് ഞങ്ങളുടെ സങ്കടം പറയുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിന്നിൽ നിന്നാണ് ഞങ്ങൾ സഹായം പ്രതീക്ഷിക്കുന്നത് എന്ന് അല്ലാഹുവിനെ മുൻനിർത്തി, വിശ്വാസ രംഗത്തെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ ഗുണങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബന ഇന്നന ആമന്ന, അതുകൊണ്ട് പടച്ചോനെ ഫഗ്ഫിർ ലനാ, ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ, ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ, വഖിനാ അദാബന്നാർ, പടച്ചോനെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുമെന്നാണ്. എന്താണ് അത്തരം വിശ്വാസികളുടെ പ്രത്യേകത? അസ്വാബിരീൻ, ക്ഷമയുടെ പാഠം ഉൾക്കൊണ്ടവരാണവർ. വിവിധ ഘട്ടങ്ങളിലൂടെ വിശ്വാസി കടന്നു പോകുമ്പോ ക്ഷമയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവനാണവൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നതാണ്. ക്ഷമയുടെ പാഠം ഉൾക്കൊള്ളുക, സത്യസന്ധത പാലിക്കുക, സത്യസന്ധരാവുക. വിവിധ തരങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഒക്കെ ഇടപെടുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, സത്യസന്ധരാകാതെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടില്ല. സത്യസന്ധത പാലിക്കാതെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടില്ല എന്നത് ഖുർആനാണ് പറയുന്നത്. മാത്രമല്ല ഖുർആൻ പറഞ്ഞു, വൽ ഖാനിതീൻ, നിങ്ങൾ ഭക്തിയുള്ളവരാവുക, തഖ്വയുള്ളവരാവുക, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കുക, ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഹലാലുകളിലേക്ക് മടങ്ങുക. ഖുർആൻ പിന്നീട് പറഞ്ഞത് എന്താണ്? വൽ മുൻഫിഖീൻ, പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും, കലാപങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മുടെ ഉള്ള സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും, പലർക്കും നഷ്ടപ്പെട്ടുണ്ടാകും. അവിടെ കൈമേയി മറന്ന് സഹായഹസ്തമായി മാറുക, ധനം ചെലവഴിക്കുക, പണം ചെലവഴിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു. നമുക്ക് അള്ളാഹുവിന്റെ സഹായം വേണം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു ഇതൊക്കെ തിരിച്ചു തരാം. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്നാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉണർന്നെണീറ്റ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ച് പ്രാർത്ഥിച്ച് കണ്ണീർ വാർത്ത അള്ളാഹുവിന്റെ സഹായത്തിനു വേണ്ടി തേടുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. അത് നമ്മുടെ ബാധ്യതയാണ്. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അവരാണ് മുഅ്മിനുകൾ, അവർക്കാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക എന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധി ഘട്ടം ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഒരു പുതിയ സംഭവമല്ല. പരീക്ഷണ ഘട്ടം എന്ന് പറയുന്നത് വിശ്വാസിക്കോ മുസ്ലിങ്ങൾക്കോ ഒരു പുതിയ സംഭവമല്ല. അതവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ എങ്ങനെ വിശ്വാസത്തോടെ, ക്ഷമയോടെ, തഖ്വയോടെ, അതുപോലെ തന്നെ ഇൻഫാഖോടെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതാണ്. അതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഗുണമുള്ളവരായി മാറുമ്പോൾ, യഥാർത്ഥ ദീനിൻ്റെ വക്താക്കളായി മാറുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന വിവിധ പരീക്ഷണങ്ങളെ, അതിനെ മറികടക്കാനുള്ള ഈമാനികമായ ഊർജവും ഭൗതികമായ അനുകൂല സാഹചര്യങ്ങളുമൊക്കെ നൽകുമെന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അള്ളാഹു പറഞ്ഞ കരാറ് നമുക്ക് ലഭിക്കുക. എന്താ അള്ളാഹു പറഞ്ഞ കരാറ്? വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, നിങ്ങൾ കറകളഞ്ഞ വിശ്വാസികളാണോ? നിങ്ങൾ സൽക്കർമ്മ നിരതരാണോ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻഗാമികൾക്ക് ഈ മണ്ണിൽ അള്ളാഹു ആ പ്രാതിനിധ്യം കൊടുത്തതുപോലെ, അഭയം കൊടുത്തതുപോലെ നിങ്ങൾക്ക് അള്ളാഹുവിടെ ഖിലാഫത്ത് നിങ്ങൾക്ക് നൽകുമെന്ന് അള്ളാഹു നമ്മളോട് വാഗ്ദാനം നൽകാൻ കരാറ് പറയുന്നുണ്ട്. മാത്രമല്ല വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാ ലഹും, നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ദീൻ അനുസരിച്ച് ഈ മണ്ണിൽ പ്രിയപ്പെട്ടവർ ജീവിക്കാമെന്ന് മാത്രമല്ല, ആ ദീനിനെ നിങ്ങൾക്ക് സ്വാധീനം കൂടി നൽകാമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, നിങ്ങളിപ്പോൾ ഭീതിതമായ പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെയാണ് പോകുന്നത് എങ്കിൽ ആ ഭയമൊക്കെ മാറി നിങ്ങൾക്ക് അള്ളാഹു സമാധാനത്തിന്റെ, നിർഭയത്വത്തിന്റെ നല്ല സമയം നൽകുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. യഅ്ബുദൂനനി, അതിനെന്താ വേണ്ടത്? നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. വലാ യുശ്രികൂന ബി ശൈഅ,
നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ആരെങ്കിലും ശിർക്ക് ചെയ്ത് ജീവിക്കുകയാണ് എങ്കിൽ, നന്ദികേട് കാണിച്ചാണ് ജീവിക്കുന്നത് എങ്കിൽ അവരൊക്കെ ധിക്കാരികളാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ശേഷം അല്ലാഹു പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ശരിപ്പെടുത്തുക. വഅഖീമുസ് സ്വലാത്ത്, നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കുക. വആതുസ് സക്കാത്ത്, സക്കാത്ത് നിങ്ങൾ നൽകുക. വഅതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക, അനുസരിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അല്ലാഹുവിന്റെ കരുണ കിട്ടുന്നവരായിരിക്കാമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യമാണ് ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത്. ഇതൊക്കെ നമ്മൾ പാലിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹുവിന്റെ സഹായം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ നന്നായി അടുക്കുകയും മടങ്ങുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂചിപ്പിക്കാനുള്ളത്, ഇതൊരു ജിഹാദിന് ആഹ്വാനം ചെയ്യേണ്ട സമയമല്ല എന്നതാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത് ഭരണഘടന സംരക്ഷിക്കേണ്ട സമയമാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നതാണ്. മറ്റൊന്ന് നമുക്ക് ചെയ്യാനുള്ളത് നന്നായി പ്രാർത്ഥിക്കുക എന്നതാണ്. എല്ലാവർക്കും ഡൽഹിയിൽ പോയിട്ട് അവിടെ ഇടപെടാൻ കഴിയില്ല. അത് ഇടപെടാൻ കഴിയുന്ന നമ്മുടെ നേതൃത്വമുണ്ട്, മതസംഘടനകളുണ്ട്, രാഷ്ട്രീയ സംഘടനകളുണ്ട്, പൊതുസംഘടനകളുണ്ട്, രാജ്യത്തെ മതേതര കക്ഷികളുണ്ട്. അവരുടെയൊക്കെ സഹായവും സേവനവും ഒക്കെ നമ്മൾ വാങ്ങി അവിടെ ഇടപെടുക. പക്ഷേ പോകാൻ പറ്റാത്തവർ, എല്ലാവർക്കും അവിടെ പോകാൻ കഴിയില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി കരളുരുകി പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്തു നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മറ്റൊന്ന്, ഒരുപാട് ഇങ്ങനെ അങ്കലാപ്പായിട്ട് ഞാൻ കഴിഞ്ഞ ഖുതുബകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അങ്കലാപ്പിലായി ടെൻഷൻ അടിച്ച് ബേജാറായിട്ടൊന്നും ഒരു കാര്യമില്ല. ചില വിധികളെ, ഖലാഉകളെ, ഖദറുകളെ, അള്ളാഹിന്റെ ചില തീരുമാനങ്ങൾ ഉണ്ടാവും. അതിനെ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ. എല്ലാ കാലത്തും നമ്മളത് നേരിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒറ്റക്കും കൂട്ടായും ഒക്കെയുള്ള വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ അണിചേരണം, നമ്മൾ ഒന്നിച്ചു നിൽക്കുക, ഒരുമയോടെ മുന്നോട്ട് പോവുക. ഇത്തരം പ്രതിഷേധങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളാവുക എന്നതാണ്. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവിടെ മരണപ്പെട്ടവരുണ്ട്, വീട് നഷ്ടപ്പെട്ടവരുണ്ട്, പള്ളികളും മദ്രസകളും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട്, കച്ചവട സ്ഥാപനങ്ങളൊക്കെ തകർക്കപ്പെട്ടു പോയവരുണ്ട്. ഈ നഷ്ടങ്ങളൊക്കെ എന്നാണ് നികത്തി വരിക നമുക്കറിയില്ല. സർക്കാരാണ് അതിനൊക്കെ പരിഹാരം കാണേണ്ടത്. പക്ഷെ ഈ ഒരു സർക്കാരിന്റെ അടുക്കൽ നിന്ന് നമ്മൾ അത്തരം ഒരു പരിഹാരം എളുപ്പത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതകളുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. പല സംഘടനകളും മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും അവിടെ തന്നെ ഇടപെടുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മുടെ നാട്ടുകാരും നാട്ടിലെ സംഘടനകളും ഒക്കെ ഇടപെടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്തരം സഹായഹസ്തങ്ങൾക്ക് വേണ്ടി കൈനീട്ടുമ്പോൾ നമ്മൾ എല്ലാ നിലക്കും അവർക്കുള്ള സഹായം നൽകുക എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാനാവുക. അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ നിരന്തരമായി പങ്കാളികളാവുക. അവരെയും നമുക്ക് വീണ്ടും അവിടെ പുനർനിർമ്മിച്ച് അവരുടെ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാനുള്ള സാഹചര്യം നമുക്ക് നൽകേണ്ടതുണ്ട്. അള്ളാഹു നമ്മെയും അവരെയും ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ എളുപ്പത്തിൽ ദൂരീകരിക്കുകയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അവിടെ ഈ പ്രയാസങ്ങളിൽ മരണപ്പെട്ടു പോയ ഷഹീദായ ശുഹദാക്കളുണ്ട്. അള്ളാഹു നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പാറിക്കളിക്കുന്ന പക്ഷികളെ പോലെ ആ സുഖങ്ങൾ ആസ്വദിക്കുന്ന ആ മനോഹരമായ ഇടങ്ങളിൽ അവരെയും നമ്മയും ഒക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാടിനെയും രാജ്യത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ ചികിത്സയിൽ കഴിയുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്, വിവിധ മതക്കാരുണ്ട്, മതമില്ലാത്തവരുണ്ട്, വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. അള്ളാഹുവെ, അവരുടെ പ്രയാസങ്ങളെ നീ എളുപ്പത്തിൽ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും മനസ്സിന് നീ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവർക്ക് നീ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ദീന് മുറുകെ പിടിച്ച് ഈമാനിന്റെ കരുത്തോടുകൂടി ഈ പരീക്ഷണ ഘട്ടങ്ങൾ അതിജയിക്കാനുള്ള സർവ്വവിധ കരുത്തും ഞങ്ങൾക്കും അവർക്കുമൊക്കെ നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, വിവിധ പ്രയാസങ്ങളിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ തന്മയത്വത്തോടുകൂടി, പക്വതയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധത്തിലുമുള്ള തൗഫീക്കും ഞങ്ങളുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഞങ്ങളുടെ അനുയായികൾക്കുമൊക്കെ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും നാട്ടുകാരെയും
നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, മുഅ്മിനായതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ഒക്കെ വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ജയിലുകളിൽ കഴിയേണ്ട വിധിക്കപ്പെട്ട ആളുകളുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് മോചനം നൽകാനുള്ള വഴികൾ നീ അവർക്ക് മുമ്പിൽ തുറന്നുകൊടുത്ത് നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പഠനരംഗത്തും പരീക്ഷകളിലും കുടുംബരംഗത്തും ജോലികളിലും കച്ചവട സ്ഥലങ്ങളിലുമൊക്കെ വിവിധ തരത്തിലുള്ള വിഷയങ്ങളാൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. വിവിധ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് നീ സഹായം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗം കാരണം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. മാരകമായ രോഗങ്ങൾ കാരണം, അതുപോലെ തന്നെ പകർച്ച വ്യാധികൾ കാരണം, അതുപോലെ തന്നെ വിവിധ മാറാരോഗങ്ങൾ കാരണം പ്രയാസപ്പെടുന്നവരുണ്ട്. അപകടത്തിൽപ്പെട്ടവരുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. അത്തരം ആളുകൾക്ക് അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കഠിനമായ നിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും കണിശമായ നിന്റെ വിചാരണകളിൽ നിന്നും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗപൂങ്കാവനങ്ങളിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, അല്ലാഹുവേ, മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണ റഹ്മാനെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ബിച്ചുട്ടിയാക്ക, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, സുഹൃത്ത് റാഫിയുടെ പിതാവാണ്. പ്രത്യേകം ദുആക്ക് വേണ്ടി അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബറിടം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണ റഹ്മാനെ. അദ്ദേഹത്തിന്റെ പാപങ്ങളെ നീ ഇല്ലാതാക്കി കൊടുക്കണ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തെയും ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم ادخلنا الجنة مع الأبرار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.